PR ഏജൻസി വഴി ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നിർമ്മാണത്തിന് നടത്തിയ ശ്രമം പാളിയതോടെ വെള്ളം കുടിക്കുകയാണ് സർക്കാർ. മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ PR ഏജൻസിയുടെ സഹായം വേണ്ടെന്ന ന്യായമാണ് മന്ത്രിമാർ പറയുന്നത്. മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് അഭിമുഖം നൽകിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് കേസൺ കമ്പനിയുടെ CEO വിവേക് ഹാൻഡയും റിലയൻസ് ജീവനക്കാരനും കേസണിന്റെ അസോസിയേറ്റുമായ TD സുബ്രഹ്മണ്യനുമാണെന്ന് വ്യക്തമായി. മുൻ MLA TK ദേവകുമാറിന്റെ മകൻ കൂടിയായ സുബ്രഹ്മണ്യനാണ് പത്രത്തിന് കൂട്ടിച്ചേർക്കാനുള്ള ഭാഗങ്ങൾ എഴുതി നൽകിയത്. മറ്റ് 2 പത്രങ്ങളിൽ കൂടി ഇന്റർവ്യൂ നൽകാൻ ഈ സംഘം ശ്രമിച്ചിരുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. PR പൊളിഞ്ഞോ? പ്രതിച്ഛായ നിർമ്മാണം തിരിച്ചടിച്ചോ? PR ഏജൻസിക്ക് പണം കൊടുത്തത് ആരാണ്? PR കരാർ എത്ര നാളത്തേക്കാണ്? ഈ ചർച്ചയിൽ ശ്രീ ജേക്സി തോമസ് CPM, ശ്രീ KS ശബരിനാഥൻ കോൺഗ്രസ്, ശ്രീ ഷാഫി ചാലിയം മുസ്ലിം ലീഗ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ ജേക്സി തോമസ്, ഈ ഏജൻസി വഴി നടത്തുന്ന പബ്ലിക് റിലേഷൻസിന്റെ ചെലവ് വഹിക്കുന്നത് സർക്കാരാണോ, പാർട്ടിയാണോ, അതോ മുഖ്യമന്ത്രി നേരിട്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് തന്നെ ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം സംശയങ്ങൾ കടമില്ലാത്തവണ്ണം പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റാളുകളോ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അങ്ങ് സൂചിപ്പിച്ച വിവാദങ്ങൾക്ക് നിദാനമായ ഇത് ഹിന്ദുവിൻ്റെ അഭിമുഖം സംഘടിപ്പിക്കാനോ നടത്തുവാനോ ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ അണുവിട ഇപ്പോഴും നിലപാടിൽ മാറ്റമില്ല. തന്നെയാണ് ചോദിക്കുന്നതിന് മുമ്പ് ഇന്ന് ദ ഹിന്ദു ദിനപത്രം ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു ദിനപത്രം അവരുടെ ക്ലാരിഫിക്കേഷൻ അവരുടെ പ്രിന്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി അക്കാര്യം അവർ വിശദീകരിക്കുന്നുണ്ട്. PR ഏജൻസിയാണ്, കേസൺ എന്ന PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംബന്ധിച്ച് തങ്ങളെ കോണ്ടാക്ട് ചെയ്തത്. ആ PR ഏജൻസിയുടെ 2 പേരുടെ സാന്നിധ്യത്തിലാണ് ഇന്റർവ്യൂ നടത്തിയതെന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ദിനപത്രമായ ദ ഹിന്ദു വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി വിശ്വാസ്യത സർട്ടിഫിക്കറ്റ് ആ പത്രത്തിന് കൊടുത്തതുമാണ്. അപ്പോൾ ഹിന്ദു കള്ളം പറയുന്നു എന്നാണോ? എന്ന് മാത്രമല്ല, ഈ ഏജൻസി അവരുടെ ക്ലയന്റിനെ സംബന്ധിച്ച് പൂർണ്ണമായി ചില വിവരങ്ങൾ പറയുന്നില്ലെങ്കിലും അവരും സമ്മതിക്കുന്നുണ്ട് ഈ ഏജൻസിയുടെ CEO നേരിട്ടിരുന്നാണ് ഈ അഭിമുഖം നടത്തിയത്. അപ്പോൾ പിന്നെ ഇതൊക്കെ മായയാണോ? ഏജൻസിയുടെ പ്രതികരണമായിട്ട് അങ്ങയുടെ മുമ്പിൽ വന്ന വാർത്താക്കുറിപ്പ് എന്താ, അല്ലെങ്കിൽ വാർത്ത എന്താ? ഇപ്പൊ നമ്മൾ അങ്ങ് സൂചിപ്പിച്ച ഏജൻസിയെ സംബന്ധിച്ചൊരു വാർത്ത വന്നല്ലോ, അവരുടെ പ്രതികരണം എന്തായിരുന്നു? അല്ല, ഏജൻസി അങ്ങനെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പൊന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതെ, ആ സൂചന വാർത്തയായി കേരളത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും വന്നിരുന്നല്ലോ ഇന്നത്തെ പ്രഭാതത്തിൽ തന്നെ. ആ ഏജൻസിയുടെ പ്രതികരണം എന്തായിരുന്നു ഞാൻ ചോദിച്ചേ? വാർത്തയായി വന്ന വാചകം എന്തായിരുന്നു? താങ്കൾ പറഞ്ഞോളൂ. എന്താണ്? ഏജൻസി നിഷേധിച്ചിട്ടുണ്ടോ? ആ നിലയിലാണ് കേരളത്തിലെ സുപ്രധാന പദവി അലങ്കരിക്കുന്ന പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇത്തരത്തിൽ തങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നേ ഇല്ല. തങ്ങൾ ഇതിന് ഇപ്പോൾ ദ ഹിന്ദു എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് ആയ ന്യൂസ് പേപ്പർ വളരെ കൃത്യമായി അവരുടെ ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അത് 2 PR പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്റർവ്യൂ ആണ് എന്ന് മാത്രമല്ല. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുവിനും മാത്രമല്ല, എക്കണോമിക് ടൈംസിനും ഹിന്ദുസ്ഥാൻ ടൈംസിനും അഭിമുഖം കൊടുക്കാൻ ഇതേ ഏജൻസി സമീപിച്ചിരുന്നു ആ പത്രങ്ങളെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമരംഗത്തെ സുപ്രധാന മാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ വന്ന വാർത്ത ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഈ വിവാദ ഇന്റർവ്യൂവിന് കരാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഏജൻസി, ആ ഏജൻസി ഇത്തരം കാര്യങ്ങളെ ഡിസോൺ ചെയ്യുന്നു. ഞങ്ങൾ ഇതിന് ചുമതല ഏറ്റിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ബാക്കി ദ ഹിന്ദു പറയട്ടെ. CM ഓഫീസിൽ നിന്നുള്ള പ്രതികരണവും മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഇന്നലെ തന്നെ വന്നിട്ടുള്ളതാണ്. കോഴിക്കോട് അദ്ദേഹം പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം പരസ്യമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രതികരണത്തെയും തുടർന്നാണ് അദ്ദേഹം PR സംബന്ധിച്ച യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇല്ല, PR സംബന്ധിച്ചുള്ള പിന്നീട് ഉയർന്നു വന്ന വിവാദമാണല്ലോ. ആദ്യത്തെ വിവാദം എന്തായിരുന്നു? മലപ്പുറം സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തുടർന്നായിരുന്നു. അതൊരു പച്ചക്കള്ളമാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് ഇത് ഹിന്ദു ദിനപത്രം തന്നെ ഏറ്റുപറയുന്നു. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ എന്നാൽ ഇത്തരത്തിലൊരു ഏജൻസിയെ സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. ആ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇത്തരത്തിലൊന്ന് ചേർത്ത് വെച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി, ഇന്നലെ മുതൽ അങ്ങയുടേതുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ ഇന്ന് CPMന്റെ സംസ്ഥാന നേതൃപദവിയെ അലങ്കരിക്കുന്ന നേതൃത്വം, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പ് മന്ത്രിമാർ, അവരൊക്കെ ഇതിനെ
സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് സംശയങ്ങൾ കിടമില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത്, അങ്ങ് സൂചിപ്പിച്ച ഹിന്ദു പത്രത്തിന്റെ വിശ്വാസ്യതയും പാരമ്പര്യത്തെയും ഒക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു ഏജൻസി സാന്നിധ്യം പറയുമ്പോൾ അതേ ഏജൻസിയുടെ ചില പ്രധാന വക്താക്കൾ ഇതിനോടകം കേരള മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ പറയുന്നു, ഞങ്ങൾ ഇതിന് ചുമതല ഏറ്റിട്ടുള്ളവരല്ല, ഞങ്ങൾ ഇതിനെ ഡിസോൺ ചെയ്യുകയാണെന്ന് അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി അവർ വിശദീകരിക്കട്ടെ. അവർ ഖണ്ഡിതമായി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ശ്രീ ജയ്ക്ക്. അതാണ് നമ്മൾ ഏറ്റവും കൗതുകകരമായി ശ്രദ്ധിക്കേണ്ടത്. അവർ ഖണ്ഡിതമായി യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ചില ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായി എന്നുള്ളതല്ലാതെ. അപ്പോൾ പോട്ടെ, അവരുടെ വിശദീകരണം താങ്കൾ പറയുന്ന പോലെ പൂർണ്ണമായ നിലയ്ക്ക് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ CPM-ന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, CPM-ന്റെ വക്താവ് എന്നുള്ള നിലയിൽ ശ്രീ ജയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയോ സർക്കാരിന്റെയോ CPM-ന്റെയോ PR ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഏജൻസികൾ ആരും ചെയ്യുന്നില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ ആരെയും അത്തരത്തിലൊരു ചുമതല ഏൽപ്പിച്ചിട്ടില്ല. കെയ്സൺ എന്ന ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ചെയ്യുന്ന ഏജൻസി അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിവാദത്തിന് നിദാനമായിട്ടുള്ള ഇത്തരം ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രചരണ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രചരണത്തിനോ പ്രസിദ്ധീകരണത്തിനോ മറ്റു കാര്യങ്ങളെ ചമയ്ക്കുന്നതിനോ വേണ്ടി ഒരു ഏജൻസിയെയും ഏൽപ്പിച്ചിട്ടില്ല. സംശയങ്ങൾ കടമില്ലാത്തവണ്ണം അത് വ്യക്തമാക്കിയതാണ്. ഇന്ന് രാവിലെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇന്ന് രാവിലെയും അങ്ങയുടെ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി പാർട്ടി നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ കാര്യം അടിവരയിട്ട് സംശയങ്ങൾ കിടമില്ലാത്തവണ്ണം വ്യക്തമാക്കിയതാണ്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ഓഫീസ് സംശയത്തിന് അതീതമായി വെളിപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ PR ഏജൻസിയെ സമീപിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ രീതി. നിങ്ങൾക്കൊക്കെ അനുഭവമുള്ളതല്ലേ? ഈ മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. സംശയാതീതമായി എല്ലാം പൂർണ്ണ വ്യക്തത വരുത്തി പറഞ്ഞു എന്നുള്ളതല്ലോ. നമുക്ക് സ്പെസിഫിക് ആയി ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിക്ക് ആരാണ് കരാർ കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നിർമ്മിതിക്ക് ഈ ഏജൻസിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ കരാർ ഉണ്ട് എങ്കിൽ, അതായത് സർക്കാരിന്റെ കരാറാണെങ്കിൽ അത് ടെൻഡർ അടക്കമുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിച്ച് നിയമപ്രകാരമുള്ള കരാറാണോ? അതല്ല ഇനി പേഴ്സണലായി ഒരു പ്രതിച്ഛായ നിർമ്മിതിക്ക് കരാറുണ്ടോ? ഈ പ്രതിച്ഛായ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട പണം ആരാണ് മുടക്കുന്നത്? സർക്കാരാണോ? ഖജനാവിൽ നിന്നാണോ? അതല്ലെങ്കിൽ CPM പാർട്ടി ആണോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ചെയ്യുന്നതാണോ? ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ കുറെ കാര്യങ്ങൾക്ക് വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ജയ്ക്കിനോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നു, കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വമില്ല, അവർക്കൊരു ചുമതലയും കൊടുത്തിട്ടില്ല, ആരും ഒന്നും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഏതാണ്ട് ഒരേ സ്വഭാവത്തോടു കൂടെയുള്ള സംശയാസ്പദമായ ചോദ്യം അങ്ങ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്റെ പരിമിതികൾക്കുന്നിൽ നിന്നുകൊണ്ട് എനിക്കറിയാൻ കഴിഞ്ഞൊരു വിവരം ഞാൻ അങ്ങയോട് ഇപ്പൊ ഈ ചർച്ചയിൽ വെച്ച് പങ്കുവെക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു, വയനാട് ദുരന്തത്തിന് ശേഷം അന്തർദേശീയ മാധ്യമങ്ങളുടെ വിപുലമായ ഒരു ശ്രേണി തന്നെ കേരളത്തിലെ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള കേരളത്തിലെ CMOയുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ആവശ്യം മുഖ്യമന്ത്രിയുമായി ഒരു അഭിമുഖം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അത് ചെറിയ മീഡിയ ഹൗസസ് ഒന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഉണ്ട്, അൽ ജസീറയുണ്ട്. ഇമാതിരി അന്തർദേശീയ മാധ്യമങ്ങളുടെ മാനകമായി, അതിന്റെ പ്രതീകമായി നമ്മൾ കാണുന്ന ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും നേരിട്ടാണ് CMOയിലേക്ക് അഭിമുഖത്തിനും മറ്റ് പ്രതികരണത്തിനുമായിട്ട് സമീപിച്ചിട്ടുള്ളത്. അവിടെ എവിടെയാണ് ഇത്തരത്തിലൊരു ഏജൻസിയുടെ സാന്നിധ്യമുള്ളത്? അവിടെ എവിടെയാണ് ഇത്തരത്തിലൊരു ഏജൻസിയുടെ പ്രസക്തിയുള്ളത്? അങ്ങനെ ഇത്തരത്തിലൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ അന്തർദേശീയ ദേശീയ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമുഖങ്ങൾ നൽകുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പ്രതിച്ഛായ നിർമ്മാണം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടാണല്ലോ ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം ആ ഘട്ടമായിരുന്നില്ലേ? അവിടെ ഒന്നും അത്തരത്തിലൊരു കേരളത്തിലെ മുഖ്യമന്ത്രി CMOയാണ് ബന്ധപ്പെട്ട് ഖലീജ് ടൈംസിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ഘട്ടത്തിൽ ചോദിക്കാം. ശ്രീ KS ശബരിനാഥൻ, മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ PR എന്ന് പറയുന്ന ആരോപണത്തെ നിരാകരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. മുമ്പൊരിക്കൽ PR എന്ന ആരോപണം വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വൈറലാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ വേറെ ഒരാളുടെയും ഇടനില ആവശ്യമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിത നിലപാട്. അപ്പോൾ ഈ കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയെക്കുറിച്ച് ദ ഹിന്ദു എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രം കള്ളം പറഞ്ഞു എന്ന് വേണമോ നമ്മൾ വിചാരിക്കാൻ, CPM-ന്റെ വാദമനുസരിച്ചാണെങ്കിൽ? അല്ല അഭിലാഷ്, ഇതിനകത്ത് ഈ പറഞ്ഞ വാദങ്ങൾ പ്രിയപ്പെട്ട ജയ്ക്ക് ഇന്നലെ പറയുവാണെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാമായിരുന്നു. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാനുള്ള പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇന്നലെ പറഞ്ഞിടത്ത് തന്നെ ജയ്ക്കും കൂട്ടരും തീർച്ചയായിട്ടും ഇവർക്കെന്തോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് കാര്യം ക്ലിയറാണ്.
ഇന്നലെ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ വന്ന് പറഞ്ഞ എന്താണ്, മുഖ്യമന്ത്രിക്കാരോടെങ്കിലും സംസാരിക്കാൻ PR ടീമിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സംസാരിക്കണമെങ്കിൽ പ്രസ് കോൺഫറൻസ് നൽകണമെങ്കിൽ ഇടതും വലതും PR ടീമിൻ്റെ മുതലാളി ഉൾപ്പെടെ ഇരിക്കണമെന്നുള്ള ഒരു ദുരവസ്ഥ എത്തിയിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ ഹിന്ദു ദിനം, ഞാൻ ഹിന്ദു ദിനപത്രത്തെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഹിന്ദുവിൻ്റെ ഇന്നത്തെയുള്ള ആ ഒരു കത്തിൽ വന്നത് കൃത്യമായി പറയുന്നത്, അവർ ഡിസ്ക്ലെയിമറിൽ വന്നത് കൈസൻ എന്ന് പറഞ്ഞ PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുമായി ഹിന്ദുവിനോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കൈസൻ പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ കൈസന്റെ ഭാഗമായി കൈസന്റെ മുതലാളിക്ക് വന്നിരിക്കാം. അത് തെറ്റുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ തമ്മിൽ ഇടപാട് പോലിരിക്കും സർക്കാർ തമ്മിലുള്ളത്, അതിന്റെ മുതലാളിക്ക് വന്നിരിക്കാം. പക്ഷേ രണ്ടാമതായി വന്നിരിക്കുന്ന വ്യക്തി കൈസൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആളല്ല എന്ന് CPM-കാർ തന്നെ സമ്മതിക്കുകയാണ്. മാധവ് പറയുന്നു ഒരു മുൻ MLA-യുടെ മകൻ, തെറ്റില്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കാം. പക്ഷെ എന്ത് കപ്പാസിറ്റിയിലാണ്? ഞാൻ ശബരി, താങ്കൾ കോർപ്പറേറ്റ് ലോകത്ത് വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ PR രംഗത്തുള്ള ആളാണ്. ഐപാക്കിന് വേണ്ടി, അതായത് നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാപനത്തിന് വേണ്ടി 2023 വരെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ TD സുബ്രഹ്മണ്യൻ. അദ്ദേഹം ഇപ്പോൾ റിലയൻസിന്റെ ഒരു സബ്സിഡറി കമ്പനിയിലാണ്, റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിന്റെ 75% ഷെയർ ഹോൾഡ് ചെയ്യുന്ന സ്ഥാപനം റിലയൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്, ഇന്നൊരു ടെലിവിഷൻ ചാനലിനോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേസുമായി അസോസിയേറ്റ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം അത് കൺഫേം ചെയ്യുന്നുണ്ട്. ഇല്ല, അതിൽ എന്നാൽ കൂടുതൽ അപകടങ്ങളുണ്ട്. റിലയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു സീനിയർ മാനേജർ വന്നാണോ കേരള മുഖ്യമന്ത്രിയുടെ കൊടുത്ത പ്രസ് കോൺഫറൻസിന് തിരുത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ വ്യാപ്തിയുണ്ട്. RSS BJP അജണ്ട മുഖ്യമന്ത്രി നിഷ്കളങ്കമായി പറയുന്ന പോലെ തൻ്റെ പത്രസമ്മേളനത്തിലേക്ക് RSS BJP ആൻറ്റി ഒരു മുസ്ലിം അജണ്ട അത് നുഴഞ്ഞു വിട്ടത് റിലയൻസിൻ്റെ ഒരു ജീവനക്കാരനാണ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആ ഒരു വാദം എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര തലങ്ങളും ഭയങ്കര പ്രശ്നങ്ങളുമുണ്ട്. ഇവിടെയാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കൈസൻ എന്നുള്ള കമ്പനിയുമായിട്ട് ഒരു ഔദ്യോഗിക കരാറും കേരളത്തിലെ സർക്കാരിനില്ല. ഇവിടെ മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ട് ശ്രീ പ്രഭാവർമ്മ, മീഡിയ സെക്രട്ടറി ഉണ്ട് ശ്രീ PM മനോജ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ പ്രതിമാസം 12 ലക്ഷം രൂപ ചെലവാക്കി 30 ആളുകൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിലുണ്ട്. തിരുവനന്തപുരത്ത് IAS ഉദ്യോഗസ്ഥനെ ലീഡ് ചെയ്യുന്ന PRD ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ PRD വകുപ്പിന് കീഴിൽ 14 ജില്ലയിലും ഡൽഹിയിലും PRDയുടെ ഓഫീസർമാരുണ്ട്. ഇത്രയും വലിയ ഒരു വലിയ വൃന്ദം ഉണ്ടായിട്ടും അതിലുപരി ഇവർക്ക് ഈ പറയപ്പെടുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനിക്ക്, കൈസർ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇതിൽ സർക്കാരുമായിട്ടുള്ള ഒരു ടെൻഡറും ഇല്ല. ഞാൻ കഴിഞ്ഞ 5-10 വർഷത്തെ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കി, ഇങ്ങനെ ഒരു കമ്പനിക്കുള്ള ഒരു ടെൻഡറോ ഒരു അഗ്രിമെൻറ്റോ കേരള ഗവൺമെൻറ്റിനില്ല. എന്ന് മാത്രമല്ല കേരള ഗവൺമെൻറ്റിന് വേണ്ടി PR ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ കേരളത്തിൽ നിർബന്ധമായി ഓഫീസ് വേണം, വിശേഷ തിരുവനന്തപുരത്ത് നിർബന്ധമായി ഓഫീസും ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് PRD പറയുന്നുണ്ട്. അപ്പോൾ ഈ കൈസൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അദൃശ്യമായ ഏതോ കമ്പനിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു വാർത്ത ഒരു ചാരപ്പണി പോലുള്ള പ്രവർത്തനം ചെയ്യുകയാണെന്നുള്ള ഒരു ഭയം നമുക്കുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ തിരുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തിരുത്തിയത് ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അത് ഇതിനേക്കാളും വലിയ വിഷയമല്ലേ? ഇവിടെ അൻവറിൻ്റെ വിഷയത്തേക്കാൾ തിരികെ പോകണം, ഇവിടെ സർക്കാർ പറഞ്ഞ തെറ്റുകളെക്കുറിച്ച് തിരികെ പോകണം. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തിരുത്താൻ വേണ്ടി ഇവിടെ കൈസനെ പോലത്തെ പ്രൈവറ്റ് കമ്പനിയും റിലയൻസും ഒക്കെയാണോ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താ പറയേണ്ടത് തീരുമാനിക്കേണ്ടത്? റിലയൻസ് കമ്പനിയാണോ? റിലയൻസ് കമ്പനിക്ക് 70% ഷെയറുള്ള കൈസനാണോ തീരുമാനിക്കേണ്ടത് കേരള മുഖ്യമന്ത്രിയുടെ കേരള നാടിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്? ഈ നാട്ടിലെ ഒരു പ്രമുഖ ജില്ലക്കെതിരെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് പ്ലാനിങ്. കേരള സ്റ്റോറി എന്നൊരു സിനിമ കേരളം ഒഴിച്ച് ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളും വലിയ ഹിറ്റായിരുന്നു. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ആ ആളുകൾക്കൊരു രണ്ടാം കേരള സ്റ്റോറി ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ, കേരളത്തിലെ ഏറ്റവും ഉന്നത വ്യക്തിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിലൂടെ ആ ഒരു പ്രൊപ്പഗാൻഡ വിഷം കടത്തിക്കുത്തിട്ടുണ്ടെന്ന് നാളെ റിലയൻസിൽ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണെന്നുള്ള ചോദ്യം മാത്രമേ ഇവിടെ ഹൈഡ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഇതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് ഒരു ചോദ്യം കൂടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നിയമസഭ തുടങ്ങുകയാണ് 4-ാം തീയതി. പ്രധാനപ്പെട്ട 49 ചോദ്യങ്ങൾ ഫ്ലോറിൽ ചോദിക്കേണ്ട, നക്ഷത്രസിന്റെ വിട്ട് വരേണ്ട ക്വസ്റ്റ്യനുകൾ. എന്ന് വെച്ചാൽ രാവിലെ 8:30 മണിക്ക് സഭ തുടങ്ങുമ്പോൾ 1 മണിക്കൂർ ക്വസ്റ്റ്യൻ അവറിൽ വരേണ്ട ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട RSS ബന്ധമടക്കമുള്ള, ഈ പറഞ്ഞ അജിത് കുമാറിന്റെ വിഷയമടക്കമുള്ള, കാഫിർ വിഷയമടക്കമുള്ള, മാമി തിരോധാനം അടക്കമുള്ള സുപ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് മാറ്റി അൺസ്റ്റാർഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിക്ക് TV-യിൽ വന്ന് രാവിലെ മറുപടി പറയാൻ
പറയാൻ അലോസരം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ എഴുതി കൊടുത്താൽ ഒരു വിചിത്രമായിട്ടുള്ള തീരുമാനം ഒരു സ്പീക്കർ എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശരി. ശ്രീ ഡോക്ടർ പ്രേംകുമാർ, താങ്കൾ പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇവിടെ നോക്കൂ, ഒരു പബ്ലിക് റിലേഷൻസ് കമ്പനി കേസൺ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് റിലേഷൻസ് കമ്പനിയാണ് ഞങ്ങളെ സമീപിച്ചത് എന്ന ദ ഹിന്ദുവിന്റെ വാദം ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൊഫഷണലായ ന്യൂസ് പേപ്പറുകളിൽ ഒന്നാണ് ദ ഹിന്ദു. ആ ഗ്രൂപ്പ് അത്രയും ലെഗസി ഉള്ള സ്ഥാപനമാണ്. അവർ കള്ളം പറയേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ കേസൺ എന്ന ഏജൻസിയാണ് ദ ഹിന്ദുവിനെ, ദ എക്കണോമിക് ടൈംസിനെ, ഹിന്ദുസ്ഥാൻ ടൈംസിനെ കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖമുണ്ട്, ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സമീപിക്കുന്നത്. ആ അഭിമുഖത്തിൽ ശോഭന കെ നായർ എന്ന ഹിന്ദുവിന്റെ സീനിയർ ജേർണലിസ്റ്റ് ആ അഭിമുഖം എടുക്കുന്ന സമയത്ത് കേരള ഹൗസിൽ 29-ാം തീയതി രാവിലെ 9 മണിക്ക് 2 പേർ ഇന്റർവ്യൂ എടുക്കുന്ന ജേർണലിസ്റ്റിനെ കൂടാതെ അവിടെ ഉണ്ട്. ഒന്ന് ഈ കേസൺ എന്ന കമ്പനിയുടെ CEO വിനീത് ഹാൻഡയാണ്. രണ്ടാമത്തെ ആൾ TD സുബ്രഹ്മണ്യൻ എന്ന ഈ കമ്പനിയുടെ അസോസിയേറ്റായി പ്രവർത്തിക്കുന്ന PR രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ രണ്ടാമത് വന്ന ആൾ, അയാൾ മലയാളിയാണ്, TK ദേവകുമാർ MLA മകനാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ലേഖികയ്ക്ക് ഒരു കുറിപ്പ് കൊടുക്കുന്നതും. ഇത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണോ? കേരള മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നിർമ്മാണത്തിന് തെരഞ്ഞെടുത്ത മാർഗം പരാജയപ്പെട്ടു പോയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അനുവിൻ്റെ ഒരു കാര്യം ആദ്യം എന്താ പറയുക ക്ലാരിഫൈ ചെയ്യട്ടെ. അപ്പോൾ എന്നെപ്പറ്റി എപ്പോഴും കേൾക്കുന്ന ഒരു എന്താ പറയുക അപസർപ്പ കഥയാണിത്. ഞാൻ PR ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ PR ഫീൽഡിൽ വർക്ക് ചെയ്യുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജൈസിങ് എന്ന് പറയുന്ന അതിൻ്റെ തൊട്ട മുമ്പത്തെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ്, അതായത് അഭിലാഷും പറഞ്ഞു PR ഫീൽഡിൽ ചെറിയ പരിചയമുള്ള ആളാണ് പ്രേംകുമാർ എന്നേ. PR ഫീൽഡിൽ എനിക്ക് പരിചയമില്ല, ഞാൻ ആ കാര്യത്തിൽ ഇൻവോൾവ് അല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ഇവന്റുകൾ സംഘടിപ്പിക്കുക, ആളുകളെ കണക്ട് ചെയ്യുക, അത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. എനിക്ക് താല്പര്യമുള്ളതും ഞാൻ ചെറുതായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതും കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജൈസിങ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇന്റലക്ച്വൽ ഏരിയയിൽ മാത്രമാണ്. ഇത്തരം പരിപാടികൾ ഞാൻ ഒരിക്കലും ഇൻവോൾവ് ആയിട്ടില്ല. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ 98-ൽ പാർട്ടി സെക്രട്ടറി ആയി, ഇപ്പോൾ 24 ആയി, 26 വർഷക്കാലമായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിൽ എന്താ പറയുക വോയിസ് ചെയ്യാനോ ഏതെങ്കിലും ഒരു PR ടീമിന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ PR സ്ട്രാറ്റജിസ്റ്റുകളുടെ സർവീസ് ഉപയോഗിക്കുന്നത് മഹാപാതകമാണെന്നോ ഞങ്ങളത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് തർക്കിച്ച് സ്ഥാപിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉദാഹരണത്തിന് അത് എല്ലാവരും ചെയ്യുന്നതുമാണ്. ഇപ്പം കേരളത്തിലുള്ള മൈത്രി എന്നുള്ള അഡ്വർടൈസിംഗ് ഏജൻസിയുടെ PR ഏജൻസിയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ലോഗോ കാണാം, LDF അവരുടെ ക്ലയന്റ് ആണെന്ന് കാണാം, മാതൃഭൂമി അവരുടെ ക്ലയന്റ് ആണെന്ന് കാണാം, ഏഷ്യാനെറ്റ് അവരുടെ ക്ലയന്റ് ആണെന്ന് കാണാം. യഥാർത്ഥ പത്രത്തിന്റെ ശക്തി എന്നുള്ള മാതൃഭൂമിയുടെ ടാഗ് ലൈൻ എഴുതിയത് ഞാൻ വിശ്വസിക്കുന്നത് മൈത്രി എന്നുള്ള PR ഏജൻസിയാണെന്നാണ്. നിങ്ങളുടെ അല്ല, അതൊക്കെ ശരിയാണ് ഡോക്ടർ പ്രേംകുമാർ. ഈ നമ്മളിപ്പോ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമില്ലേ, അല്ല സൂപ്പർ പ്രൈം ടൈം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമില്ലേ, ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ഒടുവിലത്തെ ബ്രാൻഡിങ് അല്ലെങ്കിൽ അതിന്റെ പ്രചരണം നടത്തിയത് ഈ മൈത്രി എന്ന് പറയുന്ന ഈ ഏജൻസിയാണ്. അവരാണ് അതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് അടക്കം. ശരിയാണ്, സമ്മതിച്ചു. അതുപോലെ പബ്ലിക് റിലേഷൻസ് മുഖ്യമന്ത്രിക്കും ആകാം. അത് സുതാര്യമായി പറയണ്ടേ? എന്താണ് ഇത്, എവിടെ നിന്നാണ്, ഒരു കരാറുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ വെളിയിലാവണ്ടേ? അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കരാർ എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പം, അത് ആരുടേതായിരുന്നാലും PR വർക്ക് എന്നുള്ളത് ഇറ്റ്സ് എ ബ്ലാക്ക് ആർട്ട് എന്നാണ് പറയാ. ബ്ലാക്ക് ആർട്ട് പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും, ആരുടെ കേസിലാണെങ്കിലും. അതുകൊണ്ട് നിങ്ങളുടെ ടിപ്പിക്കലായിട്ട് തെളിവ് വേണം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് കിട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയോ? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയും കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നു കൈസൺ എന്നുള്ള കമ്പനിയെ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ PR വർക്ക് ഏൽപ്പിച്ചിട്ടില്ല എന്ന്. അതേസമയം ഹിന്ദു പത്രം ഒരു സംശയവുമില്ലാതെ പറയുന്നു കൈസന്റെ പ്രതിനിധികളാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത്, അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് വളരെ ഗ്രേവായ പ്രശ്നമാണ്. അതിനേക്കാൾ വലിയ പ്രശ്നം ഇവർ ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം, ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ക്ലാരിഫൈ ചെയ്യുന്നു. PM മനോജിന്റെ കത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോഴാണ് ഹിന്ദു പറയുന്നത് അവർ എഴുതി തന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ. ആ എഴുതി കൊടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് വളരെ ഗ്രേവായിട്ടുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി പറയാത്ത കാര്യം. 2, ഫാക്റ്റ് അല്ലാത്ത കാര്യം. അതായത് കോഴിക്കോട് എയർപോർട്ട് വഴി, കരിപ്പൂർ എയർപോർട്ട് വഴി വരുന്ന സ്വർണവും ഹവാല പണവും ആന്റി സ്റ്റേറ്റ്, ആന്റി നാഷണൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് അസത്യമാണ്. അങ്ങനെ ഒരു ഫാക്ട് ഇല്ല, അങ്ങനെ ഒരു തെളിവും നമ്മുടെ മുന്നിൽ ഇല്ല. പണം വരുന്നുണ്ട്, സ്വർണം വരുന്നുണ്ടെന്നല്ലാതെ ഈ കാരിയേഴ്സ് വഴി വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ കാരിയേഴ്സ് വഴി വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ കയ്യിലില്ല. അത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് തെറ്റാണ്. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുപോലുള്ള
ഇതുപോലുള്ളൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ, എപ്പോൾ പറഞ്ഞാലും ഇതുപോലുള്ളൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു എന്ന് വാർത്ത വന്നാൽ അത് ഉപയോഗിക്കാൻ പോകുന്നത് പ്രൈമറിലി സംഘപരിവാരാണ് ഇന്ത്യ മുഴുവൻ. രണ്ടാമത് അത് ഉപയോഗിക്കാൻ പോകുന്നത് ഇസ്ലാമിക് തീവ്രവാദികളോ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന എന്താ പറയാ വിഭാഗത്തിലുള്ള ആളുകളാണ്. CPM സമം RSS എന്ന അവരും, RSS ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് CPM പറയുന്നു എന്ന് സംഘപരിവാരം പറയുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, തെറ്റായ ഒരു കാര്യം, കേരളത്തിൽ കൃത്യമായ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാവുന്ന ഒരു കാര്യം ആരാണ് പ്ലാൻ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പ്രേംകുമാർ, അവിടെയാണ് എന്റെ ചോദ്യത്തിന്റെ മർമ്മം അവിടെയാണ്. താങ്കൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണല്ലോ. അപ്പൊ മുഖ്യമന്ത്രി സതുദ്ദേശത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ ശരിയായി വരാനാണല്ലോ ദേശീയ മാധ്യമങ്ങളെ, 3 ദേശീയ മാധ്യമങ്ങളെ സമീപിക്കുകയും അതിലൊരു ദേശീയ മാധ്യമത്തിൽ ഇന്റർവ്യൂ വരുത്തുകയും ചെയ്തത്. വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവായ, വിനാശകരമായ, അദ്ദേഹത്തിന്റെ സർക്കാരിനെയും ഒക്കെ മോശമായി ബാധിക്കാവുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് റിലേഷൻസ് ഡിസാസ്റ്റർ എന്ന വാചകത്തിൽ അതിനെ പെടുത്താമല്ലോ. അല്ല, അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷൻസ് ഡിസാസ്റ്റർ ആണോ എന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ അതിനെ കാണാമായിരുന്നു. മുഖ്യമന്ത്രി ഏൽപ്പിക്കാത്ത ഒരു ഏജൻസി ഇതിന്റെ അകത്ത് എൻറ്റർ ചെയ്തിട്ട് ഇത്രയും ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അതെങ്ങനെ ഡോക്ടർ പ്രേംകുമാർ, മുഖ്യമന്ത്രി ഏൽപ്പിക്കാത്ത ഒരു ഏജൻസിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുക? മുഖ്യമന്ത്രി ഏൽപ്പിക്കാത്ത ഒരു ഏജൻസിക്ക് എങ്ങനെയാണ് അവരുടെ 2 പ്രതിനിധികളെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ കേരള ഹൗസിൽ ഇരുത്തി ഈ അഭിമുഖം സംഘടിപ്പിക്കാൻ കഴിയുക? മുഖ്യമന്ത്രി ഏൽപ്പിക്കാതെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് മുഖ്യമന്ത്രി ഏൽപ്പിക്കാതെ അങ്ങനെ ഒരു അഭിമുഖം ഒരുക്കി കൊടുക്കാൻ കഴിയുമോ? അല്ല, ഇതിലെന്താ വെച്ചാൽ ഇത്തരം ആളുകൾ, ഇത്തരം ഏജൻസിയുടെ ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പറയുന്നില്ലേ ഈ എന്താ പറയാ ബിൽഗേറ്റ്സിന്റെ മകളുടെ കല്യാണം കഴിപ്പിക്കുന്നു, വേൾഡ് ബാങ്കിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് പോലെ ഹിന്ദു പത്രത്തിനോട് മുഖ്യമന്ത്രിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ഹിന്ദു പത്രത്തിന് നിങ്ങളെ സംസാരിക്കണം എന്ന് പറഞ്ഞ് മീഡിയേറ്റ് ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും ഇവർ ഓപ്പറേറ്റ് ചെയ്യുക. ഔട്ട് ഓഫ് കേരള ഇത്തരത്തിലുള്ള ഇൻസിഡൻസിന്റെ അകത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉപയോഗിക്കാറോ ഉപയോഗിച്ച് പോവാറോ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതോ ഒരു തരത്തിലുള്ള ഇൻഫിൽട്രേഷൻ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ആ വന്ന റൂട്ട് ഏതാണെന്ന് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ അടുത്ത ദിവസം CM തന്നെ, മുഖ്യമന്ത്രി തന്നെ വരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിലവിലുള്ള വിശദീകരണങ്ങൾ മുഴുവനായിട്ട് തൃപ്തിയുള്ളതല്ല, സാറ്റിസ്ഫാക്ടറി അല്ല എന്നുള്ള വാദത്തോട്, അഭിലാഷിന്റെ വാദത്തോട് ഞാൻ യോജിക്കുന്നു. ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ശരി, ആ പോയിന്റിൽ നമുക്ക് അത് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഷാഫി ചാലിയം വന്നത് വളരെ വിനാശകരമായ ഒരു പ്രസ്താവനയാണ്. അത് പക്ഷെ തിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ ഒരു പ്രസംഗം നടത്തുമ്പോൾ കോഴിക്കോട് തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഒരു നാടിനെക്കുറിച്ചും അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. മതനിരപേക്ഷ മനസ്സാണ് മലപ്പുറത്തിൻ്റെത് എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യതയോടെ പറയുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ല, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളല്ല എന്ന് ദ ഹിന്ദു ദിനപത്രവും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് മലപ്പുറത്തെ പൈശാചികവൽക്കരിക്കുന്ന ഒരു പരാമർശം മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അത് മുഖ്യമന്ത്രിയും പറയുന്നു, അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രവും പറയുന്നു. അതുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിച്ചു. രണ്ടാമത്തെ വിഷയം, എങ്ങനെ ആ വാചകം അവിടെ പ്ലാൻ ചെയ്യപ്പെട്ടു? അത് മനഃപൂർവ്വമാണോ അതോ ദേശീയ തലത്തിലെ PR ഏജൻസികളൊക്കെ അവരുടെ ഒരു മനോനില പ്രതിഫലിപ്പിക്കുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ കാര്യത്തിൽ എങ്ങനെ ഈ PR ഏജൻസി രംഗത്തേക്ക് വന്നു എന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണം സർക്കാർ നൽകണമെന്ന ആവശ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? അല്ല, ഈ സംഭവത്തിൽ ആരാണ് പ്രതി? ഞാൻ ആ ഒരു സിംഗിൾ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. CPM പ്രതിനിധിയോടും അതുപോലെ തന്നെ CPMന്റെ സഹയാത്രികനോടും ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഇതിൽ ആരാണ് പ്രതി? ആരാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടാൻ ഇടയായ സാഹചര്യം ഒരുക്കിയവരാര്? ആ ചോദ്യത്തിന് ഉത്തരവുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ കൈസൺ എന്ന ഈ PR ടീം. എങ്കിൽ ആ ടീമിനെ ഇതുവരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി വന്നോ? ആരെങ്കിലും വന്നോ? അവർക്കെതിരെ ഗുരുതരപരമായ രാജ്യദ്രോഹത്തിന് കേസെടുക്കണ്ടേ? ആ 2 എണ്ണത്തിനെയും തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടുപോയിടണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇത്തരത്തിലുള്ള വളരെ മോശവും നിന്ദ്യവുമായ ഒരു ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ ഈ പറഞ്ഞതും ഈ മാപ്പും കോപ്പും ഒന്നും ഉത്തരേന്ത്യക്ക് ബാധകമല്ല. അവിടെ ഓടിക്കൊണ്ടേയിരിക്കുക. കേരള സ്റ്റോറി തുടങ്ങുന്നത് എങ്ങനെയാണ്? അച്യുതാനന്ദനാണ് നായകനെക്കാട് വലിയ സ്ഥാനം. അച്യുതാനന്ദന്റെ സാധനം വെച്ച് ആ സ്റ്റോറി തുടങ്ങുന്നത്. ഇനി കേരള സ്റ്റോറിന്റെ 2ാം ഭാഗം വന്നാൽ പിണറായിന്റെ ഹിന്ദുവിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആവും. ഇവിടെ എന്താണ് നിങ്ങൾ അമാന്തിച്ചിരിക്കുന്നത്? ഈ കൈസൻ എന്ന സ്ഥാനം എങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സാധാരണ നിങ്ങൾ മാതൃഭൂമി അല്ലെങ്കിൽ മാതൃഭൂമി ദിനപത്രം, ഏത് പത്രമാകട്ടെ,
ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണമെങ്കിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് സമീപിക്കല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഹിന്ദു അങ്ങോട്ട് സമീപിച്ചു ഇല്ല. ഹിന്ദുവിൽ തൻ്റെ ഒരു അഭിമുഖം വരണം എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അത്രമാത്രം എന്താ പറയുക, ഈ രാജ്യത്തിലെ മീഡിയയെ ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനാണ് ഞാനെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിപ്പോയത്. അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് അങ്ങോട്ട് പോയൊരു പത്രത്തിനുകൊണ്ട് ഒരു അഭിമുഖം ചോദിക്കാൻ ഈ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയത്? മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ല ഈ കൈസന്റെ പ്രതിനിധികൾ പോയത്? ഇനി അല്ല, തന്റെ സമ്മതത്താലല്ല എന്ന് വെച്ചാൽ അങ്ങനെയാണ് കേരള ഹൗസിലെ കൊച്ചിൻ ഭവനിൽ ഈ 30 മിനിറ്റ് ഇവർക്ക് വേണ്ടി എന്തിനു മുഖ്യമന്ത്രി അഭിമുഖത്തിന് ഇരുന്നു കൊടുത്തു? ഇതൊരു ചോദ്യമില്ലേ? മുഖ്യമന്ത്രിയുടെ ഇടവും വലവും ഈ രണ്ട് പ്രതിനിധികൾ ഇരിക്കുന്നു. ഇവര് രേഖാപരമായി എഴുതി കൊടുക്കുന്നു. ഹിന്ദുവിന്റെ ഭാഗത്ത് ഗുരുതരമായ തെറ്റുണ്ട്, അത് ഹിന്ദു പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റിനാണ് മാപ്പ് പറഞ്ഞത്, അല്ല മുഖ്യമന്ത്രിയോടുള്ള മാപ്പല്ല. കാരണം അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യം ഏഡ് ചെയ്യണമെന്ന് ആര് എഴുതി തന്നാലും അത് കൊടുക്കുന്നത് മാധ്യമ മോറാലിറ്റിക്ക് എതിരാണ്. ആ മോറാലിറ്റി ലംഘിക്കപ്പെട്ടതിൽ ഖേദമുണ്ട്, അതിലാണ് അപ്പോളജി. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഹിന്ദു പത്രം എഴുതി തന്നു, ആ എഴുതി തന്ന സാധനം അതിൻ്റെ ഒരു ഫോട്ടോ പകർപ്പ് ഹിന്ദു പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മതത്തോടെയാണോ ഈ കൈസൻ അത് എഴുതി കൊടുത്തത്? കൈസന്റെ ലെറ്റർ പേഡിലാണോ? കാരണം മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്നൊരു വാചകം കൂടി ആഡ് ചെയ്യണം എന്നുള്ളത് ആധികാരികപരമായ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്. ആ കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകളുടെ ലെറ്റർ പേഡിലാണോ അല്ല കൈസന്റേതാണോ? കൈസന്റെ ലെറ്റർ പേഡിലാണ് കൊടുത്തതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വലുകൾ അവരുടെ ഇതിലാണ് കൊടുത്തതെങ്കിൽ ആ കൊടുത്തത് ഗുരുതരമായ തെറ്റാണ്. ആ ലേഖിക നമ്മുടെ ശോഭന നായർക്കെതിരെ കേസെടുക്കണം, ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കണം. ഇവിടെ ഇപ്പോഴും നമ്മുടെ ഡോക്ടർ പ്രേംകുമാർ അദ്ദേഹത്തിന്റെ മിനിയാന്നത്തെ ഇവിടുത്തെ ഡിബേറ്റിൽ പങ്കെടുത്ത് നടത്തിയ ചർച്ച അതൊന്ന് രണ്ടാമത് റീപ്ലേസ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ഈ എഴുതി ചേർത്ത മുഖ്യമന്ത്രി അറിയാത്ത ഈ വാചകളോട് എൻ്റെ പ്രിയ സുഹൃത്ത് പ്രേംകുമാർ പ്രസിദ്ധീകരിച്ചത് അതൊരു ഫാക്റ്റാണെന്നാണ്. അപ്പൊ പ്രേംകുമാറിനെ പോലെ നല്ല മതേതര പ്രതിബദ്ധതയുള്ള നല്ല വിജ്ഞാനമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പോലും അതൊരു ഫാക്റ്റ് അല്ലേ എന്ന് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഒളിയജണ്ട പോലും കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അനിൽകുമാറും ന്യായീകരിച്ചു, അതേപരി AK ബാലൻ ന്യായീകരിച്ചു. സത്യത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ വന്ന് കോഴിക്കോട്ട് വന്ന് ഇതിന്റെ വിശദാംശം പറയുമ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശരി, അതിനു മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രസ് സെക്രട്ടറിയുടെ ഒരു കത്ത് പോയതായി അത് പരസ്യമാവുന്നത്. എനിക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. എനിക്ക് ശ്രീ ജെക്സി തോമസ്, PR ഏജൻസി വഴി മുഖ്യമന്ത്രി പ്രതിച്ഛായ നിർമ്മാണം നടത്തുന്നു എന്ന ആരോപണം മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണല്ലോ സ്വാഭാവികമായും. 4 കൊല്ലം മുമ്പ് പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചതാണ്. ഞാൻ കുറേ കാലമായി കയ്യിൽ കുത്തി നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളും കുറേ കാലമായി കയ്യിൽ കുത്തി നടക്കാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും കാര്യം പറയാൻ ഉണ്ട് എങ്കിൽ അത് നിങ്ങളോട് പറയും, എനിക്കതിന് വേറെ ആരുടെയും സഹായം വേണ്ട എന്നാണ് അന്ന് മുഖ്യമന്ത്രി ഈ PR എന്ന ആരോപണത്തെക്കുറിച്ച് പറഞ്ഞത്. ഇന്ന് നോക്കൂ, ഒരു ദേശീയ ദിനപത്രം PR ഏജൻസി വഴിയാണ് ഞങ്ങളുടെ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരുത്തിച്ചത് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് വലിയ ഡാമേജാണ് ഉണ്ടാക്കുന്നത്. വസ്തുതയല്ലെങ്കിൽ ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ മുഖ്യമന്ത്രി കേസ് കൊടുക്കുമോ? പോട്ടെ, അഭിമുഖത്തിൽ ഒരു കാര്യം വസ്തുതയല്ലാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അത് തിരുത്തണം എന്നാവശ്യപ്പെട്ട് ഹിന്ദുവിനൊരു കത്ത് കൊടുത്തല്ലോ. അതുപോലെ PR ഏജൻസി എന്ന ആരോപണം ശരിയല്ല എന്ന് വിശദീകരിക്കുമോ എന്ന് ചോദിച്ച് ഹിന്ദുവിനൊരു കത്ത് കൊടുക്കാനെങ്കിലും പറ്റുമോ? PR ഏജൻസി ഇല്ലെങ്കിൽ ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരിക തന്നെ ചെയ്യാം. തൊട്ടു മുമ്പ് സ്വാഭാവികമായി ചർച്ചയിൽ UDFന്റെ രണ്ട് പാർട്ടിയിലെ 2 പ്രധാനപ്പെട്ട വക്താക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടുപേരും അവരവരുടെ വേർഷൻ, അതായത് ഒരേ സ്റ്റാൻഡാണ് UDFന് ഈ വിഷയത്തിലുള്ളതെങ്കിലും കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയിലും ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയിലും ഏതാണ്ട് ഒരേ സ്വഭാവത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നതിന് നമ്മുടെ ചർച്ചയിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പം എല്ലാ ആരോപണങ്ങളോടും പ്രതികരിക്കാനുള്ള സമയം എനിക്ക് അനുവദിക്കേണ്ടതില്ല. പക്ഷേ അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ചില അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ പാതിബന്ധ നുണകളുണ്ട്, അതിനോട് പ്രതികരിക്കാനുള്ള അവസരം അങ്ങനെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിന്റെ ആദരണീയനായ പ്രതിനിധി സംസാരിച്ച് വരവേ പറഞ്ഞു, റിലയൻസിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റോ മറ്റോ ആയി അറിയപ്പെടുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ മുഖാന്തരം RSSന്റെ ഒരു വേർഷൻ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ഈ അഭിമുഖം മാറിയില്ലേ? റിലയൻസ് മുഖാന്തരം, റിലയൻസിന്റെ ഒരു ഏജന്റ് മുഖാന്തരം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകനായി കേരള മുഖ്യമന്ത്രി മാറിയില്ലേ എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ച് അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ പ്രേക്ഷകർ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
റിലയൻസിന്റെ ഒരു ഏജന്റ് മുഖാന്തരം ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രത്തിൽ അഭിമുഖം നടത്തി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രചാരവേല നടപ്പിലാക്കുന്ന ആളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി എന്നുള്ളതാണോ കോൺഗ്രസ് പ്രതിനിധി ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെ സംഘപരിവാർ പ്രചാരവേല നടത്താൻ മാത്രം ഒരു ഗതികേട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്കുണ്ടോ? ഇത് പറയുമ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതോ ഒരു പ്രതിനിധി മുഖാന്തരം പരോക്ഷ സംഘപരിവാർ പ്രചരണം എന്നുള്ളതാണ് അങ്ങയുടെ വാദം അല്ലെങ്കിൽ അങ്ങയുടെ ആരോപണം. തിരികെ അങ്ങയുടെ നേതാക്കന്മാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങയുടെ നേതാവ് നേരിട്ട് RSSന്റെ ശാഖയിൽ പോയി നിന്നിട്ട് ഗുരുജി ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലടഞ്ഞു. അപ്പോഴങ്ങേക്ക് പ്രയാസമില്ല. റിലയൻസിന്റെ പ്രചാരകരെ കണ്ടപ്പോഴാണ് അങ്ങേക്ക് പ്രയാസം. അങ്ങയുടെ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇപ്പോഴിരിക്കുന്നയാൾ കമ്മ്യൂണിസ്റ്റുകാർ RSSന്റെ ശാഖ തകർക്കാൻ വരുമെന്നറിഞ്ഞ് സ്വന്തം ജീവിതം ബലികടിക്കാൻ തയ്യാറായി RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പ്രസംഗിച്ച ആളാണ്. ഇപ്പോഴും തിരുത്തിയിട്ടില്ല. സ്വന്തം പ്രസിഡന്റ് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നതിൽ അങ്ങേക്ക് പ്രയാസമില്ല. റിലയൻസിന്റെ ഒരു പ്രചാരകൻ മുഖാന്തരം ഒരു അഭിമുഖം നടത്തി അതിൽ സംഘപരിവാർ എലമെന്റ് ഉണ്ടോ എന്നതിലാണ് അങ്ങേക്ക് ആശങ്ക. അങ്ങ് ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ലവണ്ണം പരിശോധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മലപ്പുറത്തെ സംബന്ധിച്ച് നിറം പിടിപ്പിച്ചൊരു പ്രചരണത്തിന് സാധ്യതയുണ്ടായി എന്നാണ് അങ്ങ് പറയുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ച് പറയാൻ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് അർഹതയുണ്ടോ? അങ്ങേക്കറിയില്ലേ? ഞാൻ വിശാലമായ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. 969 EMS ഗവൺമെന്റ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ ഇച്ഛാശക്തിയോടെ കൂടെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ റാലി നടത്തിയത് കേരളത്തിൽ 2 കൂട്ടരാണ്. അങ്ങേക്ക് ചരിത്രം അറിയില്ലെങ്കിൽ നിർബന്ധമായും KPCC ഓഫീസിൽ കോൺഗ്രസിന് കൂടെ അപവാദമായി ചരിത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. ആരാണ് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ റാലി നടത്തിയത്? ഭാരതീയ ജനസംഘത്തിന്റെ വലത് കൈ പിടിച്ച് മലപ്പുറം ജില്ല മാപ്പിളസ്ഥാനാണെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന കേളപ്പനാണ്. അന്ന് AKG പൊട്ടിത്തെറിച്ചു. അങ്ങയോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചതിൽ എനിക്ക് മനസ്താപം തോന്നുന്നു. അങ്ങ് ഈ തെമ്മാടിത്തരം കലർന്ന പ്രസ്താവന പിൻവലിക്കണമെന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ AK ഗോപാലനാണ്. മലപ്പുറം ജില്ലയെ മാപ്പിളസ്ഥാൻ എന്ന് വിളിച്ച കോൺഗ്രസ് നേതാക്കന്മാർ, അഭിനവ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് നെഞ്ചുപൊട്ടി കരയുകയാണ്. ആദ്യം നിങ്ങൾ പശ്ചാത്തപിക്കുക. മലപ്പുറത്തോടും കേരളത്തോടും കുറ്റമേറ്റ് പറ. മലപ്പുറത്തെ മാപ്പിളസ്ഥാൻ എന്ന് വിളിച്ച കോൺഗ്രസ് നിലപാട് തെറ്റാണ്. മലപ്പുറത്തെ രൂപീകരണത്തെ എതിർത്ത് RSSുമായി ഒരുമിച്ച് സമരം ചെയ്ത ഞങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുന്നു. എന്നിട്ട് വേണം നിങ്ങൾ മലപ്പുറത്തെ കുറിച്ച് സത്യസന്ധമായി എന്തെങ്കിലും അഭിപ്രായം പറയാൻ. പിന്നെ ലീഗ് പ്രതിനിധിയുടെ വാദം എന്തൊക്കെയാണ്? അദ്ദേഹം പറയുന്നു ഇങ്ങനെ രാജ്യദ്രോഹം അല്ലെങ്കിൽ വർഗീയ കലാപം ഒക്കെ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒരു പ്രയോഗമല്ലേ? ഇതാണോ വർഗീയ കലാപം നടത്താൻ പര്യാപ്തമായ പ്രയോഗം? അങ്ങേക്ക് പൊള്ളിയില്ലേ? പരിശുദ്ധ ഖുർആനിനുള്ളിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോഴോ അത് ആരുടെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഏത് മതവികാരത്തെ അത് തകർത്ത് കളഞ്ഞത്? ഏത് മതവികാരത്തിന് നേർക്കുള്ള പച്ചക്കള്ളമറക്കാലെന്ന പ്രയോഗമായിരുന്നു അത്? മലപ്പുറത്ത് അങ്ങേക്കറിയാമല്ലോ, അനാഥാലയങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് പലപ്പോഴും ഈന്തപ്പഴം ഉൾപ്പെടെയുള്ള ഇക്കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ആ ഈന്തപ്പഴത്തിന്റെ കുരുവിനുള്ളിൽ സ്വർണം കടത്തി എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ചവരാരാണ്? കേരളത്തിലെ മാധ്യമങ്ങളും അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാരുമായിരുന്നില്ലേ? തെറ്റിദ്ധരുത്തിയോ? ഖേദം പ്രകടിപ്പിച്ചോ? അപ്പോ ഞങ്ങൾ ഖുർആനിനുള്ളിൽ സ്വർണം കടത്തിയെന്ന പച്ചക്കള്ളം പറയും. മതവികാരം വ്രണപ്പെടാൻ പാടില്ല, വർഗീയ കലാപം ഉണ്ടാകാൻ പാടില്ല. മലപ്പുറത്ത് അനാഥാലയങ്ങൾ പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണം കടത്തി എന്ന അങ്ങേയറ്റം വിഷം ഞങ്ങൾ പ്രചരിപ്പിക്കും. അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ നേതൃത്വമാകും. ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കില്ല, ഞങ്ങൾ കുറ്റമേറ്റ് പറയില്ല. അപ്പൊ പക്ഷെ എന്തില്ല? മതവികാരം വ്രണപ്പെടില്ല, വർഗീയ കലാപം ഉണ്ടാകില്ല. നിങ്ങൾ തന്നെ ഇതൊക്കെ പറയണം അല്ലേ? അങ്ങേക്ക് ഓർമ്മയില്ലേ തെരുവമ്പറമ്പിൽ നബീസ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിസ്കാരപ്പായിൽ വെച്ച് ബലാത്കാരം ചെയ്തു എന്ന പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? അതിന്റെ പേരിൽ ബിനു എന്ന് പറയുന്ന ഈന്തുള്ളത്തിൽ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയില്ലേ? അന്ന് വർഗീയ കലാപം ഉണ്ടാകേണ്ടതല്ലായിരുന്നോ? ആരാണ് നഷ്ടം സഹിച്ചത്? ഞങ്ങളാണ്. കേരളത്തിലെ ഇടതുപക്ഷമാണ്. ഒരു മുസ്ലിം സ്ത്രീയെ 5 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു പകുതിയോളം താങ്കൾ പറഞ്ഞു. ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല. അല്ല, ഇതൊക്കെ പ്രചരിപ്പിച്ചവരാണ് ഇവിടെ വന്നിരുന്ന സത്യവാൻ സാവിത്രി ചമയുന്നത്. ഞങ്ങൾ ആരും നുണ പ്രചരിപ്പിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ സത്യസന്ധരായിരുന്നു. ഞങ്ങൾക്കൊന്നും മറ്റ് കുറ്റങ്ങളില്ല എന്ന നിലയിൽ പ്രചരണം ചെയ്യുന്നത് നിങ്ങൾക്കാണ്. ഈ ചരിത്ര വിചാരണയിൽ കുറ്റമത്രയുള്ളത്. ആങ്കറുടെ ചോദ്യത്തിലേക്ക് വരാം. ആങ്കറുടെ ചോദ്യം എന്താണ്? ഈ PR ഏജൻസിയെ സമീപിക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പുത്തൻ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിന് പോകുമെന്നുള്ളതാണ്. ആങ്കറുടെ അനുഭവം എന്താണ്? നിങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും ഹിന്ദു പത്രത്തെ, ഹിന്ദു പത്രത്തിന്റെ തിരുത്തല്ല ഞങ്ങൾ ആശ്വാസത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി PR ഏജൻസി വഴി അല്ല ഹിന്ദുവിൽ അഭിമുഖം വരുത്തിയത് എങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യൂ എന്ന് ഹിന്ദുവിനോട് ആവശ്യപ്പെടുകയെങ്കിലും വേണ്ടേ? ഒരു ലെറ്റർ പ്രസ് സെക്രട്ടറി കൊടുത്തല്ലോ, അതനുസരിച്ച് അവർ ക്ലാരിഫിക്കേഷൻ വരുത്തിയപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത്. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി വഴി അഭിമുഖം കൊടുത്തു എന്ന കാര്യം അപമാനമാണെങ്കിൽ, അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ദ ഹിന്ദു അത് വിശദീകരിക്കണം എന്നെങ്കിലും ആവശ്യപ്പെടണം മിനിമം.
നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഉചിതമായ സമയത്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കും. അത് അഭിമുഖം സംബന്ധിനെ സംബന്ധിച്ചും PR ഏജൻസി എന്നുള്ള ആരോപണത്തെ സംബന്ധിച്ചും ഒക്കെ അങ്ങേക്കറിയാമല്ലോ. മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ഇപ്പോൾ വാർത്താമാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് സമയമെടുത്ത് സമഗ്രമായി തന്നെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ആശങ്ക അത് അല്പായുസുള്ളതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പടക്കം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള മറ്റു പ്രചരണങ്ങളടക്കം എല്ലാ കാര്യങ്ങളോടും അവർ പ്രതികരിക്കും. ഒരു സംശയത്തിനും ആശങ്കയ്ക്കും ഉണ്ടാവുകയില്ല. ശരി, എന്തായാലും താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു പ്രതികരണമുള്ളത് കെ കേളപ്പൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, AKG EMS ഒക്കെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ നിലപാടെടുത്ത കാലത്തിനും ഒത്തിരി മുമ്പ് അദ്ദേഹം കോൺഗ്രസ് വിട്ടിരുന്നു എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ ശബരിനാഥൻ അഭിലാഷ് അത് പറയട്ടെ. ആദ്യ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നല്ലോ. EMS KPCCയുടെ തോമസ് എന്ന് പറഞ്ഞ ഞാൻ പറയാം അല്ല ശ്രീ ജെയ്സി തോമസ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് തനിക്ക് ഇഷ്ടമുള്ള പേപ്പറുകൾ മാത്രം പഠിച്ച് കാണാപ്പാടം വന്ന് ഈ ചാനൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വലിയ ഒരു ആളോട് ഞാൻ പറയുകയാണ്. ഈ പറഞ്ഞ AKG EMS അടക്കമുള്ള ആളുകളുടെ പൂർവ്വകാല ചരിത്രം നോക്കണം. അവരൊന്ന് കോൺഗ്രസ് ആയിരുന്നു. കേളപ്പജി അടക്കമുള്ള അതിന് മുമ്പുണ്ടായിരുന്ന സമരം അടക്കം വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനുശേഷം നിങ്ങൾ EMS ഉണ്ടാക്കിയതാണല്ലോ പറഞ്ഞത്. സപ്തകക്ഷി മുന്നണിയല്ലേ, അതിനകത്ത് ലീഗ് ഉണ്ടല്ലോ. കോൺഗ്രസ് എവിടെയെങ്കിലും മലപ്പുറം ജില്ല വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? 969 മലപ്പുറം ജില്ല ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും മുന്നിൽ നിന്നത് UDFന്റെ ഭാഗമായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. അന്നവർ നിങ്ങളുടെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ് ഒരിടത്തും മലപ്പുറത്തിനെതിരായിട്ട് നിന്നിട്ടില്ല. ഇവിടെ കേളപ്പജിയുടെ അവസാന കാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവസാനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും തളിക്ഷേത്രബന്ധത്തിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വീണ്ടും കൊണ്ട് കോൺഗ്രസിന് മുന്നിൽ എത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ജെയ്സി തോമസ്, നിങ്ങളെക്കാൾ വിവരമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു അന്തരിച്ചു പോയി, സീതാറാം യെച്ചൂരി. ഇന്ത്യയിൽ RSSനെ ഓടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയുടെ അവസാനം വന്ന ശ്രീ സീതാറാം യെച്ചൂരിയാണ് ഏറ്റവും മിടുക്കനായി, ഏറ്റവും രാഷ്ട്രീയ ബോധമുള്ള, വിവരമുള്ള, വിവേകമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഞാൻ കാണുന്നത്. അല്ല നിങ്ങളെപ്പോലെ അറിഞ്ഞു പഠിച്ച 2 ഫാക്റ്റും പഠിച്ച് ആരെങ്കിലും വാട്സാപ്പ് ഇട്ടിരുന്നത് കൊണ്ട് കമ്മ്യൂണിസം പറയുന്ന ആളുകളല്ല. ആ യെച്ചൂരിയോടും യെച്ചൂരിയുടെ രാഷ്ട്രീയ സ്കൂളിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസിന്റെ ന്യായം എന്താണെന്നുള്ളത്, കോൺഗ്രസിന്റെ സെക്യുലറിസം എന്താണെന്നുള്ളത്, കോൺഗ്രസിന്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ആ യെച്ചൂരി, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ യെച്ചൂരി രാഹുൽ ഗാന്ധിയോടൊപ്പം ആ മഞ്ഞത്ത് കശ്മീരിൽ പോയപ്പോൾ ഒരുമിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇലക്ഷന് പോകാത്തൊരു മുഖ്യമന്ത്രിയുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിൽ ഇലക്ഷന് ശേഷം മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോകാതെ മലേഷ്യയിൽ പോയ ആളാണ്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിന് വേണ്ടി എല്ലാ സമ മനസ്സുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് പോയപ്പോൾ KCR എന്ന് പറഞ്ഞ BJPയുടെ B ടീമായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിന്റെ ഓഫീസിന് തറക്കല്ലിടാൻ പോയ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ് സംഘപരിവാറിന്റെ ആള്? പിന്നെ മലപ്പുറത്തിന്റെ കാര്യം പറയുന്നു. ഇവിടെ മലപ്പുറത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള രേഖകൾ, ഇപ്പോൾ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേസുകളാണെന്നുള്ള തെറ്റുവരെ പറഞ്ഞ് നിങ്ങളല്ലേ? നിങ്ങൾ സർക്കാർ രേഖ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ പോലീസ് രേഖ നോക്കിയിട്ടുണ്ടോ? ക്രൈം കേസിന്റെ ഡേറ്റാബേസ് നോക്കിയിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ജില്ലയാണ് മലപ്പുറം. മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ CPM അല്ല, അൻവറാണ് മലപ്പുറം ജില്ലയിൽ കൂടുതലായി കേസുകൾ ചാർജ് ചെയ്യുന്നു. മലപ്പുറത്തെ പ്രത്യേക നിലയിൽ ക്രൈം റേറ്റ് ഏറ്റവും കൂടുതൽ ജില്ലയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പാർലമെന്റിൽ ചോദ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള ജില്ല ഏതാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രൈം ചുമത്തപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുമ്പോൾ മലപ്പുറം എന്ന് വരുന്നു എന്നൊക്കെ പറയുന്നത്. സർക്കാരിന് അങ്ങനെ വേർഷൻ ഇല്ല. അല്ല അഭിലാഷ്, ഞാൻ പറയാം, അല്ല അത് ഈ ജെയ്സി തോമസ് മഹാൻ അത് റെക്ടിഫൈ ചെയ്തോ? ഈ പറഞ്ഞ ഇത്രയും ചാനലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഈ വിഷയം വന്നതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും മലപ്പുറത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള രേഖയാണ് അത് ഈ ഡേറ്റാബേസ് നോക്കുകയാണെങ്കിൽ 4ാമത്തേതാണെന്നുള്ള റെക്ടിഫിക്കേഷൻ അൻവറിനെതിരെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഏതെങ്കിലും CPMന്റെ ചാനൽ അവതാരകൻ വന്നിട്ടിരുന്ന ആ ഡേറ്റ റെക്ടിഫൈ ചെയ്തോ? വളരെ കൃത്യമാണ്. പിന്നെ നിങ്ങളെന്താ പറഞ്ഞത് ഇപ്പോൾ? അത് അഭിലാഷിന് തെറ്റായിട്ടുള്ള ഒരിതാണ്. നിങ്ങളിപ്പോൾ ആ റിലയൻസിന്റെ ഉദ്യോഗസ്ഥനോട് ന്യായീകരിക്കുകയാണ്. ജെയ്ക്ക് ചോദിച്ചു, റിലയൻസിലൂടെ നേരിട്ട് നമ്മൾ രാഷ്ട്രീയ സംഘപരിവാർ അജണ്ട കൊണ്ടുവരികയാണെന്നുള്ളത്. എനിക്ക് സംശയമുണ്ട് ജെയ്ക്ക്. കാരണം അഭിലാഷ് വരെ ഇപ്പോൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അഭിലാഷ് പറഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഈ പറഞ്ഞ കൈസൺ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് എൻ്റെ രീതിക്ക് അന്വേഷിച്ച് നോക്കി, അത്യാവശ്യം കാര്യങ്ങളും നോക്കി. കൈസന്റെ 74% ഷെയറും ഉള്ളത് മറ്റൊരു കമ്പനിക്കാണ്.
24% ഷെയർ ഉള്ളത് ഈ പറഞ്ഞ ഇതിന്റെ ഓർഡർ വിനീത് ഹണ്ടയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമാണ്. കൈസർ എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപിടിക്കണം. റിലയൻസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ്? എനിക്കറിയില്ല. റിലയൻസിന് ബന്ധമുണ്ട്. പല കമ്പനികളും ചെറിയ ചെറിയ കമ്പനികൾ ഫോം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇനി അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അഭിലാഷ, ഞാൻ മനസ്സിലാക്കുന്നത് 74% സ്റ്റേക്ക് ഉള്ളത് ഒരു വലിയ കമ്പനിക്ക്, 26% സ്റ്റേക്ക് ഉള്ളത് ഈ പറഞ്ഞ ഓണർഷിപ്പ് ഷെയർ. അവർ ഈ അടുത്ത കാലത്താണ് അവരുടെ ഒരു ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത് 74% സ്റ്റേക്ക് മറ്റൊരു ഹോൾഡിംഗ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഞാൻ തിരികെ എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കേരള ഹൗസിന്റെ ഇടതുവശത്ത് മുഖ്യമന്ത്രിയും ഗവർണർക്കും മാത്രം താമസിക്കാനുള്ള ആ വലിയ ബംഗ്ലോയിൽ നിന്നുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് കൊടുക്കുമ്പോൾ തൻ്റെ ഇടതും വലതും ഇരിക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഒരു രീതി നമുക്കറിയാമല്ലോ, മറ്റാളുകൾ വരുന്നത് ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പം അദ്ദേഹത്തിന്റെ അപ്രൂവലോടുകൂടി തന്നെ ഈ രണ്ടാളുകൾ പറഞ്ഞത് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി എല്ലാവരും ഭയക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അനുവാദമില്ലാതെ ഒരു പേപ്പർ മൂവ് ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറ്റുമോ? ജെയ്സി തോമസിന് അദ്ദേഹത്തിന്റെ PS-ന്റെയോ മറ്റേ ആളുടെ അനുവാദമില്ലാതെ അതിന് അടുത്ത് പോകാൻ പറ്റുമോ? അങ്ങനെയുള്ള സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരുന്ന ഒരാൾ എഴുതി കൊടുക്കുന്ന പേപ്പർ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് ഒളിച്ചോടാൻ കഴിയത്തില്ല എന്നുള്ള കഷ്ടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇന്ന് ശ്രീ ജലീൽ പറഞ്ഞ എന്താണ്? ഇവിടെ അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് യോജിപ്പില്ല, പക്ഷേ അൻവർ പറയുന്ന വിഷയങ്ങളോട് എനിക്ക് ചില കാര്യങ്ങളും യോജിപ്പുണ്ട്. RSS വിഷയം ഒരിക്കലും ADGP ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൽ പ്രത്യാശയോട് കൂടി തന്നെ ADGPക്കെതിരെ അന്വേഷണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പല വിഷയങ്ങളിലും എനിക്ക് അൻവർ പറയുന്നതിനോട് യോജിപ്പില്ലെങ്കിലും പലതിലും യോജിപ്പുണ്ട്. എവിടെയാണ് CPM-നെ അൻവർ അനുകൂലിച്ചത്? അല്ല, ഇന്ന് ജലീൽ അനുകൂലിച്ചത്. ജലീൽ ഇന്ന് സംസാരിച്ചത് CPI സംസാരിച്ചത് പോലെയാണ്. ഇന്ന് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു എന്താണ് പറഞ്ഞത്? ഇവിടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പരിധി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രീ പ്രേംകുമാർ, ഇവിടെ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജിന് കാര്യമായി ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലൊരു ഇമേജ് ബിൽഡിങ്ങിനായിരിക്കുമല്ലോ സ്വാഭാവികമായും ദേശീയ ദിനപത്രങ്ങളെ സമീപിച്ച് ആ പത്രങ്ങളിൽ ഇന്റർവ്യൂ വരുത്തിക്കുക. ഇവിടെ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 PR എക്സിക്യൂട്ടീവുകൾക്ക് ഇടയിലിരുന്ന് അഭിമുഖം കൊടുത്തതായി ദേശീയ ദിനപത്രമായ ഹിന്ദു പറയുന്നു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടേതായി ഒരു PR എക്സിക്യൂട്ടീവ് കൊടുത്ത ഭാഗം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു എന്നും പറയുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. കാരണം പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെയല്ല കേരളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയാൻ എനിക്കറിയാമെന്ന് സ്വയം പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയന്റെ ഇന്റർവ്യൂ ഇങ്ങനെ സ്റ്റേജ് മാനേജ്ഡ് ആയിരുന്നു എന്ന് വരുന്നത് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക്. അത് മറികടക്കാൻ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതിന് മുന്നേ അത് മറികടക്കാൻ എന്ന് പറയുന്നത് CM-ന്റെ ഒരു PR ഇമേജ് ബൂസ്റ്റിംഗ് എന്നുള്ള ശ്രമമായിരുന്നു ഇത് എന്നുള്ള നിങ്ങളുടെ വായനയോട് എനിക്ക് യോജിപ്പില്ല. അതൊരു യൂഷ്വൽ ഇന്റർവ്യൂ എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങനെയൊന്നും അല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ജയിക്ക് തന്നെ പറഞ്ഞ പോലെ BBC-യുടെയോ ഈവൻ ഇന്റർനാഷണൽ ചാനലുകളോ പോലും ഇന്റർവ്യൂ ഒക്കെ പ്ലാൻ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഡൽഹിയിൽ നടന്നൊരു ഇന്റർവ്യൂ, പക്ഷേ അതിൻ്റെ അകത്ത് ശരിയല്ലാത്ത കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊക്കെ പ്രധാനമായിട്ട് ഷാഫി ചാലിയം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല. അത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് അതായത് ഈ കള്ളക്കടത്ത് പിടിച്ചു എന്നുള്ളതിന്റെ, ഹവാല പിടിച്ചു എന്നുള്ളതിന്റെ ഡാറ്റ അത് വാസ്തവമായിരുന്നിരിക്കാം. പിന്നെ കരിപ്പൂർ എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണെന്നുള്ളതായിരിക്കാം. ആ ചർച്ചയിൽ കംപ്ലീറ്റ് ഞാൻ എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, ഈ PB അൻവർ വിഷയത്തിൽ കമ്മ്യൂണൽ നെറേറ്റീവ് കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് തുടങ്ങിയത് PB അൻവർ ആണെങ്കിൽ പോലും PB അൻവർ തികഞ്ഞ മതേതരവാദിയാണ്. അയാളോട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും മതേതരവാദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിസ്കാരത്തിന്റെ കാര്യം തുടങ്ങിയത് PB അൻവർ ആണെങ്കിലും അദ്ദേഹത്തെ കൗണ്ടർ ചെയ്യാൻ അതേ നെറേറ്റീവ് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ റെസ്പോൺസിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത്, ഈ ഇന്റർവ്യൂവിൻ്റെ അകത്തുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം, ഏറ്റവും പ്രധാനമായിട്ടുള്ള റെഫറൻസ് ആന്റി സ്റ്റേറ്റ് ആക്ടിവിറ്റീസിനും ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ള റെഫറൻസ് ആണ്. അത് നിങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ബാധിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ജീവിതം കൊണ്ട് മലപ്പുറത്തുകാരനായ ആളാണ് ഞാൻ. ഷാഫി ചാലിയം കോഴിക്കോടുകാരനാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് മീഡിയയോട് പറഞ്ഞിട്ടുള്ളത്. കണക്കുകളായിരിക്കാം, പക്ഷേ ഇത് ആന്റി നാഷണൽ, ആന്റി സ്റ്റേറ്റ് എന്ന് പറയുന്നിടത്താണ് ഇത് സംഘപരിവാറിന്റെ കയ്യിലുള്ള നാഷണൽ ഇഷ്യൂ ആവുന്നത്. പിന്നെ മലപ്പുറത്തിന്റെ FIR നമ്പറിന്റെ അങ്ങനെ തന്നെയാണ്. മലപ്പുറം അല്ല രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു കാലത്തും കേരളത്തിൽ മുന്നിലുണ്ടായിരുന്നത്. അതും
ഏത് ഭാഗത്തുനിന്നാണ് എനിക്കറിയില്ല ഇങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുന്നു. അതും കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിന്റെയും പാർട്ടിയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് കുഴപ്പവുമാണ്. പിന്നെ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ PR ഏജൻസി, കൈസർ എന്ന് പറഞ്ഞ PR ഏജൻസി ഏതെങ്കിലും തരത്തിൽ ഡബിൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ട്രിപ്പിൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഒരു ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരു ഏജൻസിയോ ഇനി ആ ഏജൻസിയിൽ ഏതെങ്കിലും ശതമാനം സ്റ്റേക്ക് ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് മഹാപാതകമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ പക്ഷേ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയും താല്പര്യങ്ങളും വെസ്റ്റേൺ ഇൻട്രസ്റ്റും ആ ഇന്റർവ്യൂവിന്റെ കണ്ടന്റിൽ കയറുന്നുണ്ടെങ്കിലാണ് അങ്ങനെ കയറുന്ന കണ്ടന്റ് കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെയും സെക്യുലർ ഫാബ്രിക്കിനെയും നശിപ്പിക്കുന്നതും കൗതുകകരമായ ഒരു പൊസിഷനാണ്. ഡോക്ടർ പ്രേംകുമാർ, താങ്കൾ ഈ പറഞ്ഞ വാചകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ വരണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ആളുടെ പേര് TD സുബ്രഹ്മണ്യൻ എന്നാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ ആണ്. അദ്ദേഹം ഐപാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം റിലയൻസിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ കമ്പനിയുടെ അസോസിയേറ്റ് ആയും വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലെ പഴയ മുൻ ഹരിപ്പാട് MLA-യുടെ മകനാണ്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം അറിയാത്ത ആളല്ല. അയാൾ പ്രൊഫഷണൽ ആണ് എന്നുള്ളതിനൊപ്പം പൊളിറ്റിക്കലി കാര്യങ്ങൾ അറിയാവുന്ന ആളുമാണ് എന്ന് വേണം നമ്മൾ സാമാന്യമായി മനസ്സിലാക്കാൻ. മലയാളിയാണ്. അഭിലാഷ് അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പിതാവിന്റെ പ്രതാപം പറഞ്ഞ് ഞാൻ ശരിയാണെന്ന് പറയുന്ന പോലെ തന്നെ തെറ്റായ കാര്യമാണ്. CPM-ന്റെ നേതാവായിരുന്നു, അതുകൊണ്ട് അയാളുടെ മകൻ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ശരിയല്ല. ഈ കാലത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആള് ഗിരീഷ് എന്ന് പറഞ്ഞ ആള് എടുത്ത നിലപാടും അയാൾ എഴുതി ചേർത്തതും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. അയാളുടെ അച്ഛൻ പണ്ട് കാലത്ത് CPM-ന്റെ നേതാവായിരുന്നു, അതുകൊണ്ട് CPM ആണ് അയാളെ അപ്പോയിന്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ വായിക്കുന്നത് തയ്യാറാവണം. അയാളെ CPM അപ്പോയിന്റ് ചെയ്തെന്നോ അയാൾക്ക് CPM-മായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ അല്ല പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയമൊക്കെ സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് അറിയാവുന്ന ഒരാളാണ്. അല്ലെ ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ കൊടുത്ത എന്തോ ഒരു കാര്യമല്ലെന്ന് പറഞ്ഞതാണ്. യെസ് അല്ല, അറിയുന്ന ആളാണ് അത് ചെയ്തതെങ്കിൽ എഗെയിൻ അത് കൂടുതൽ ഗ്രേവ് ആവുകയാണ്, കൂടുതൽ സീരിയസ് ആവുകയാണ്. അല്ലാത്തൊരു നോർത്ത് ഇന്ത്യൻ കക്ഷി അവർക്ക് മലപ്പുറം എന്ന് പറയുമ്പോൾ അതിന്റെ റിപ്പക്കേഷനെ പറ്റി അറിയുണ്ടാവില്ല. അറിയുന്ന ആളാണെങ്കിൽ ഇതൊക്കെ വാർത്തയാണ്, വെരിഫൈ ചെയ്തതല്ല, മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായില്ല. ഷാഫി ചാലി ഇപ്പോൾ മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞാൽ മലപ്പുറത്തിന്റെ ഈ ക്രൈം റേറ്റിനെ കുറിച്ച് പറഞ്ഞു. അൻവറും മറ്റുമൊക്കെ ഉന്നയിച്ച കാര്യം പല മുസ്ലിം ലീഗ് നേതാക്കളും എന്തിന് ചില ഇടത് നിലപാടുള്ള ആളുകൾ തന്നെയും അനാവശ്യമായി കേസുകൾ പെരുപ്പിക്കുന്നു എന്ന മട്ടിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്രൈം മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2023-ലോ 2022-ലോ 2021-ലോ ഒന്നും അല്ല, അത് 2015-ലാണ് എന്ന് മാത്രമല്ല മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മലപ്പുറത്തെ കേസുകളിൽ എന്തോ വലിയ കുതിച്ചുചാട്ടമുണ്ട് എന്നോ മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് FIR-കൾ രജിസ്റ്റർ ചെയ്യുന്ന ജില്ലയെന്നോ ഒന്നുമില്ല. അപ്പോൾ ഈ നറേറ്റീവ്, അതായത് മലപ്പുറത്തെ ഇങ്ങനെയൊക്കെ ആക്കുന്നു എന്നുള്ള നറേറ്റീവ് ഇവിടെ ആരാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? സംഘപരിവാർ മലപ്പുറത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന വേറൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? വസ്തുത പറയണ്ടേ നമ്മൾ എല്ലാ കാര്യത്തിലും? അല്ല, അതിന് ഞാൻ മറുപടി പറയും. അതിനു മുമ്പ് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുണ്ടായി, ഇവിടെ 2 UDF-കാരെ കൊണ്ടേ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള പ്രേംകുമാർ പാരാ, അദ്ദേഹം ഏതാ പാർട്ടി? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ 10-26 ദിവസമായി ഞാൻ പറയട്ടെ പ്രേംകുമാർ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങള് ഈ ഇരിക്കുന്ന CPM പ്രതിനിധി 27 ദിവസം മുങ്ങിയടക്കിയ ഒളിവിലെ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിനൊക്കെ ന്യായീകരിച്ച വ്യക്തിയെ പ്രേംകുമാർ. ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ നിങ്ങൾ പോലും ഈ ഒരു TV-യിൽ വന്ന് ചർച്ചയ്ക്ക് ധൈര്യം കാണിക്കാതെ? അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾ ആരും പറയുമ്പോ ഒന്നും ശരിയല്ലാത്ത ഏത് കാര്യത്തെയാണ് ഞാൻ ന്യായീകരിച്ചത്? വെറുതെ പറഞ്ഞു അല്ല. എന്തിനാണ് വളരെ നമുക്ക് കിട്ടുന്ന 4-5 മിനിറ്റാണ് നമ്മളിൽ നിന്ന് പ്രേക്ഷകർ ഇത് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ നിമിഷം തൊട്ട് അദ്ദേഹം വസ്തുതയല്ലാത്ത ഒരു കാര്യവും ന്യായീകരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഓക്കെ, അല്ലല്ല, അങ്ങനെ ഡോക്ടർ പ്രേംകുമാർ ഇപ്പം ഈ പറഞ്ഞത് ഈ നിമിഷം തൊട്ട് നമ്മുടെ പ്രേക്ഷകർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 25 ദിവസമായി നിങ്ങൾ ഓരോരോ വിഷയത്തെ എങ്ങനെ ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും ഞാൻ പറയട്ടെ ന്യായീകരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വാദം. അത് ശരിയോ തെറ്റോ എന്നത് നിങ്ങളെ ഇഷ്ടം, അത് വിട്ടേക്കുക. ഏതാണെന്ന് പറയൂ.
ഏത് അന്യായത്തെയാണ് ഞാൻ ന്യായീകരിച്ചെന്ന് പറയൂ, എന്നല്ലേ ഞാൻ കാര്യമുള്ളൂ. ഈ സർക്കാരിനെ ന്യായീകരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം, മിനിയാന്ന് നിങ്ങൾ നടത്തിയ ന്യായീകരണം, ഇതിനു മുമ്പ് ഓരോരോ വിഷയത്തിലും വളരെ അർത്ഥവത്തായ ഇടപെടലാണ് നടത്തില്ല. അതിന്റെ അകത്തൊക്കെ കുറച്ച് സൈദ്ധാന്തിക ഭാഷയുണ്ടെന്ന് മാത്രം. പക്ഷെ എല്ലായിടത്തും ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും CPM-നെതിരെയുള്ള എല്ലാ വെല്ലുവിളിക്കും മറുപടി പറയാൻ ആർജവം കാണിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് എന്റെ വിലയിരുത്തൽ. അത് ബാക്കി പ്രേക്ഷകർക്ക് വിടാം. അതെ, ബാക്കി പ്രേക്ഷകർക്ക് വിട്ടേക്കാം. അവർ പോയി പരിശോധിച്ച് അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് കണ്ടെത്തിക്കോട്ടെ. ഡോക്ടർ നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട. പിന്നെ ഈ എന്തെങ്കിലും ഒരു വർത്തമാനകാല സാഹചര്യത്തിലെ ഒരു കറന്റ് ഇഷ്യൂവിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ, എന്നോടാണ് ചോദിക്കണത്, ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഞാൻ വന്ന് ഈ ഒളിവിൽ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ജാരസന്ധതികൾ ഉണ്ടാക്കിയ കഥ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ കഥ? അതാണ് അതിന്റെ ഉത്തരം. 67 ഭരണകാലത്ത് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ബിരുദ സമരം അത് പിൻവലിക്കുന്നതാണ് ഇല്ലില്ല, ലീഗിന്റെ സംസ്കാരം ലീഗ് ഓഫീസിൽ വെക്കണം. അതുമായിട്ട് മാധ്യമങ്ങൾ വരണ്ട. കേട്ടല്ലോ? ഞാൻ അങ്ങനെ ആരോപിച്ചാൽ എന്താ ചോദിച്ചത്? എന്താ പറഞ്ഞേ? ഞാൻ അങ്ങനെ ആരോപിച്ചാൽ എന്താ ചോദിച്ചത്? ഞാൻ ആരോപിക്കുന്നത് ശരിയാണെന്നല്ല പറഞ്ഞത്. അങ്ങനെ ആരോപിച്ചാൽ ലീഗിന്റെ ഓഫീസിൽ വെക്കണം. അല്ല, ഞങ്ങളെ സംസ്കാരം അല്ല, ലീഗിനെ സംസ്കാരം പഠിപ്പിക്കാൻ ആയിട്ടില്ല. അത് കയ്യിൽ വെച്ചാൽ ഞാൻ പറഞ്ഞതെന്താ, ഒരു കറണ്ട് ഇഷ്യൂവിനെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ ഭൂതകാലത്തിനടുത്ത് ഓരോ കഥ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം ചോദിച്ചത്? അല്ലാതെ ഞാൻ അതിനെ ഓൺ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഒരു ആരോപണം ഇല്ലാത്ത കഥ ഒന്നല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയുള്ള പൊതുപ്രതലത്തിലുള്ള ഒരു വിമർശനം ഞാൻ പറഞ്ഞത്. എനിക്കതിനോട് യോജിപ്പുണ്ടോ എന്നുള്ള വിഷയമല്ല. അങ്ങനെ പൊതുപ്രതലത്തിലുള്ള വിമർശനം എന്ന് കരുതി നമുക്ക് പലതും പറയാൻ കഴിയില്ല. അങ്ങനെ അത്തരത്തിലൊരു കാടടച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടുണ്ട്, ഒളിവിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നിയമപരമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ സമയത്ത് അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വേറൊരു തരത്തിൽ കുട്ടികളെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. താങ്കൾ അത് പിൻവലിച്ചാൽ ഉചിതമായിരിക്കും. വിഷയത്തിലേക്ക് വരും, വെറുതെ സമയം കളയല്ലേ. അല്ല, നിങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ചൂരലെടുത്ത് അടിച്ചാൽ ആണ്ട് ശരിയാക്കി കളയാന്നുള്ള മനോഭാവം ഒന്നും വേണ്ട. ഞാൻ അതിനെ ശരിവെക്കുന്നില്ല. എനിക്ക് അങ്ങനെ ജാരസന്ധതി ഉണ്ടാക്കി എന്നുള്ള അഭിപ്രായം ഇല്ലാത്ത ആളാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാ, ഇന്നെ പഠിക്കാത്തോണ്ടാ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ തലതിരിഞ്ഞ ഒരു ചോദ്യം ഒരുത്തൻ ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ശരിയെന്നാ ചോദിച്ചത്? ഇവിടെ കറണ്ട് ഇഷ്യൂ ചർച്ച ചെയ്യുക, അതിന് ഒന്നിനും മറുപടി ഇല്ല. ഈ പ്രേക്ഷകരെ കേട്ടല്ലോ, ഞാനും ശബരിനാഥും അഭിലാഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനും മറുപടി ഒന്നും വരാമെങ്കിലും ഒരു മറുപടി ഇല്ലാത്ത പഴയ കഥ. മലപ്പുറം ജില്ലാ വിരുദ്ധായി കേളപ്പൻ കൊടിയെടുത്ത് വഴി, കേളപ്പന്റെ തൊട്ട് പിന്നിൽ കൊടി പിടിച്ച് ഒരുത്തണ്ടായിരുന്നു. അയാളെ പേര് TK ഹംസ എന്നാ, അറിയോ? അയാളെ പേരെയാ നിങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് പഴയ കഥ ഒന്നും എടുത്ത് തട്ടണ്ട. ഗൗരിയമ്മന്റെ ആത്മകഥ സമയം എടുത്തത് വായിക്കി. മലപ്പുറം ജില്ലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഞങ്ങൾ സ്വമേധയാ കൊടുത്തതല്ല. മുസ്ലിം ലീഗ് വാരി കൊണ്ടുപോയതാണ്. ഇല്ലിക്കെട്ടിന്റെ അകത്ത് നിന്ന് പഞ്ഞിക്കെട്ട് കുവര എടുത്തതാണെന്ന് ഗൗരിയമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി വായിക്കി. അതുകൊണ്ട് ആ പഴയ കഥ പറഞ്ഞു ഉമ്മാക്കി പറഞ്ഞിട്ടൊന്നും എന്നെ വരട്ടാൻ വരണ്ട. ഇവിടെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. ഈ PR ടീമിനെതിരെ എന്ത് നടപടിയെടുത്ത് ഗുരുതരപരമായ തെറ്റ് ചെയ്ത് അവർക്കെതിരെ ഈ നിമിഷം വരെ നിങ്ങൾ എന്ത് തോമസ്? പഴയ കാര്യങ്ങൾക്കപ്പുറത്ത് നമുക്ക് ഒരു പബ്ലിക് ഓഫീസിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു സുതാര്യതയുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പബ്ലിക് ഓഫീസാണ്. ഈ കമ്പനി എങ്ങനെയാണ്, ഖൈസൺ എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കമ്പനിയായി വന്നത് എന്ന കാര്യത്തിന് ഒരു വിശദീകരണം കേരള സമൂഹം അർഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലൊരു അഭിമുഖത്തിനായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സംഘം ഒരു PR ഓഫീസിനെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മറ്റ് കാര്യങ്ങൾ ചെറിയ സമയത്തിലുള്ള തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും നിങ്ങളോട് വിശദീകരിക്കും. തൊട്ടു മുമ്പ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ അത് അവരവരുടെ ഭാഗം എടുത്തുകൊണ്ട് പല കാര്യങ്ങളും വിശദീകരിച്ചു. ഞാൻ പറയുന്നത്, ലീഗിന് പഠിക്കാൻ അന്തസ്സുള്ള ആളുകൾ ഓഫീസിലില്ലെങ്കിൽ അല്പമെങ്കിലും കുറവില്ലാത്ത ആളാണ് ഞാൻ മനസ്സിലാക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവായിട്ടുള്ള നമ്മുടെ സഹപാനലിസ്റ്റ്. അദ്ദേഹത്തെ കണ്ടെങ്കിലും പഠിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒളിവ് ജീവിതവും രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങ് സൂചിപ്പിച്ച പരിപാടികൾക്കുള്ള ഉപാധിയായിട്ടായിരിക്കും ലീഗ് കരുതുന്നത്. അത് ലീഗ് ഓഫീസിൽ വെക്കണം. ആ അളവുകോലെടുത്ത് നാട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുഖമടിച്ച് പൊട്ടിക്കും ജനങ്ങൾ.
ആ അനുഭവം നേരിടേണ്ടതായി വരും. അത് മനസ്സിലാക്കിയിട്ട് വേണം ലീഗ് പ്രതിനിധി ഇമാതിരി വൃത്തികേട് പറയാൻ മാതൃഭൂമി ഫ്ലോറിലേക്ക് ഇറങ്ങി വരാൻ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പിന്നെ കോൺഗ്രസ് പ്രതിനിധി ചില ചരിത്രത്തിലെ ചില കാര്യങ്ങൾ ഉന്നയിച്ചു. കോൺഗ്രസ് പ്രതിനിധി അല്പം ചരിത്രം പഠിക്കണം ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താണ്, 969 ജൂൺ മാസം 19-ാം തീയതി ജില്ലാ രൂപീകരണം മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് MSP ക്യാന്റീന്റെ മുമ്പിലുള്ള സബ് കളക്ടർ ഓഫീസിന് മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും കറാച്ചിയിൽ നിന്നും കപ്പൽ പൊന്നാനിയിൽ വന്ന് പ്രസംഗിച്ചത് KPCC നേതാവാണ്. അങ്ങേക്കറിയില്ലേ? കയ്യിൽ പന പറിച്ച് കളയുന്ന കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലയിലെ നേതാവാണ്. കോൺഗ്രസും ബി ജെ പിയും സംയുക്തമായിട്ടാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത്. അങ്ങ് ചരിത്രം പഠിക്കണം. കോൺഗ്രസ് മാത്രമല്ല മലപ്പുറം ജില്ലാ രൂപീകരണത്തെ മറുപടി പറയാൻ സമ്മതിക്കുന്നത് അവസാനത്തെ സമയത്ത് വൃത്തികേട് ചെയ്യുന്നവന് നമ്മുടെ വിഷയം അതൊന്നുമല്ല. വളരെ വളരെ ആരോഗ്യകരമായ സംവാദമാണ്. ഏത് വിഷയത്തിലും ഉണ്ടാവേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളല്ല. അത്തരത്തിലുള്ള എല്ലാ പരാമർശങ്ങളെയും ഞാൻ ഡിസോൺ ചെയ്തുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.